മധ്യാഹ്ന വാർത്തയിൽ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ഗൂഢാലോചനയെന്ന കെ വിദ്യ. ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയെന്ന് മൊഴികളിൽ വൈരുദ്ധ്യമെന്ന പോലീസ്. അറസ്റ്റിലായ വിദ്യയെ കോടതിയിൽ ഹാജരാക്കും. വിദ്യയെ ഒളിവിൽ പാർപ്പിച്ചത് CPM നേതൃത്വത്തിന്റെ അറിവോടെയെന്ന കെ മുരളീധരൻ. കണ്ണൂർ സർവകലാശാലയിലെ അധ്യാപകരുടെ നിയമനത്തിൽ പ്രിയ വർഗീസിന് ആശ്വാസം. പ്രിയയ്ക്ക് അയോഗ്യതയില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി. ഉത്തരവ് സ്വാഗതാർഹമെന്ന പ്രിയ വർഗീസ്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദങ്ങളിൽ SFI ന്യായീകരിച്ച AK ബാലൻ. SFIക്കെതിരായ ആക്ഷേപങ്ങൾ സമാനതകളില്ലാത്തത്. പലപ്പോഴും എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ധനന്തർ ഇടപെട്ട് ശക്തമായ നിലപാടെടുത്ത ഒരു പ്രസ്ഥാനമാണ് വിദ്യാർത്ഥി SFI. വിവാദം ഭരണ പാർട്ടി സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടെന്നും പ്രതികരണം. KH ബാബുജനെയും PM ആർഷോയുടെയും വിശദീകരണം തേടി CPM നേതൃത്വം. സംസ്ഥാനത്ത് ഒരു എലിപ്പനി മരണം കൂടി. മരിച്ചത് കിളിമാനൂർ കാരേറ്റ് സ്വദേശി പ്രദീപ് കുമാർ. പനിബാധിതരുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത് 13,000-ലധികം പനിക്കേസുകൾ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ വധഭീഷണി. തെരുവു നായ്ക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന നിലപാടിനെ തുടർന്ന് കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പിള്ളേരെ വിചാരിച്ചിട്ട് മാത്രം അവളെ കൊല്ലാത്ത, ഇല്ലെങ്കിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് പോയിട്ട് ഞാൻ അവളെ കുത്തി കൊന്നേനെ ശബത്തിന്. അത്രക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. കേസെടുത്ത കണ്ണൂർ ടൗൺ പോലീസ്. വധഭീഷണി മുഴക്കിയത് വികാരത്തിന്റെ പുറത്തെന്ന ധന്യ സുശീലൻ. കോവിഡ് വാക്സിനേഷൻ പോർട്ടലിലെ വിവരച്ചോർച്ചയിൽ ബീഹാർ സ്വദേശി അറസ്റ്റിൽ. ചോർത്തിയ വിവരങ്ങൾ ടെലിഗ്രാം ബോട്ടിൽ അപ്ലോഡ് ചെയ്തെന്ന് കണ്ടെത്തൽ. ആരോഗ്യ പ്രവർത്തകയായ അമ്മയുടെ സഹായം പ്രതിക്ക് ലഭിച്ചെന്ന് ഡൽഹി പോലീസ്.